CPM നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ CPM ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു എന്നതാണ് സാഹചര്യം. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരിക്കണം ആവശ്യപ്പെടുന്നത് AK ബാലൻ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേൾക്കാം. ഒരു കൂടോത്തര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു KPCC. കേരള കൂടോത്തര പാർട്ടി കാണുന്നത് എന്തൊക്കെ വൃത്തികേടാണ് നമ്മൾ കേൾക്കുന്നത്. ആ കൂടോത്തരത്തെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതാണ് AK ബാലന്റെ പ്രതികരണം നമ്മൾ കേട്ടത്. ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പ്രത്യേകിച്ച് CPMന്റെ ഈ കേട്ട പോലെയുള്ള വാക്കുകൾ അത് കോൺഗ്രസിനെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി മാറുകയാണ്. VV അരുണോട് തിരുവനന്തപുരത്ത്. അരുണ്, നിയമസഭയിൽ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. സ്വാഭാവികമായും ഇതൊരു പ്രധാന വിഷയമായി ഉന്നയിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഏതെങ്കിലും ചർച്ചയുടെയോ വിമർശനങ്ങൾക്കോ ഇടയിൽ അംഗങ്ങൾക്ക് സ്വാഭാവികമായും ഇതും പരാമർശ വിധേയമായി കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവിനടക്കം കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഇതിൽ മറുപടി പറയേണ്ടി വരും. നിയമസഭയിലേക്കും ഇത് കൊണ്ടുവരാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? ഒപ്പം CPM ഈ വിഷയത്തെ എങ്ങനെ ഏറ്റെടുക്കും? അരുൺ. സജിത്ത്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമുള്ള എതിരെ ഒരു നിയമം സംസ്ഥാനത്ത് നിർമ്മാണ ഘട്ടത്തിലാണ്. അത് സഭയിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നിയമസഭയിൽ നേരത്തെ തന്നെ പലതവണ അനൌദ്യോഗിക അംഗങ്ങളുടെ ബില്ലുകളായി ഇത് സഭയിൽ വന്നു. ഏറ്റവും കൂടുതൽ KD പ്രസേനൻ ഈ ബില്ല് അവതരിപ്പിച്ചതാണ്. വലിയ പിന്തുണ അതിനന്ന് സഭയിൽ ലഭിച്ചതാണ്. വൈകാതെ സർക്കാർ അതൊരു നിയമമായി കൊണ്ടുവരുമെന്ന് അന്ന് സർക്കാർ ഉറപ്പ് നൽകിയതുമാണ്. ഇപ്പോൾ ആ ഫയൽ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. കാരണം ചില ബില്ല് വന്നപ്പോൾ തന്നെ ബില്ല് നിർദ്ദേശം വന്നപ്പോൾ തന്നെ ചില വിശ്വാസങ്ങൾക്ക് കൂടി എതിരാകുമ്പോൾ വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു അന്തരം അത് കൃത്യമായി വേണം, ഒരു രേഖ വേണം, അതിനൊരു അതിര് വേണം. അതുകൊണ്ട് ചില തർക്കങ്ങൾ ഉയർന്നതിനെ തുടർന്നാണത് പിന്നീട് നടപടികൾ പതിയെ ആയത്. ഏതായാലും സംസ്ഥാന നിയമസഭ അത്തരമൊരു നിയമം പാസ്സാക്കണമെന്ന ആവശ്യം CPMൽ തന്നെ ശക്തമായുണ്ട്, ഇടതുമുന്നണി ശക്തമായുണ്ട്. ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ചും ഇലന്തൂർ സംഭവമൊക്കെ വന്നപ്പോൾ ആ വിഷയത്തിൽ നിയമനിർമ്മാണം അനിവാര്യമെന്ന ഒരു പൊതു നിലപാടിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇത്ര ഒരു വലിയ അപജയത്തിലേക്ക് കോൺഗ്രസിന്റെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നായ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു. മറ്റൊരു MP തനിക്ക് വിശ്വാസമുണ്ടെന്ന് തുറന്നു പറയുന്നു. വിശ്വാസം അന്ധവിശ്വാസവും തമ്മിലുള്ള അന്തരമാണ് ഒരുപക്ഷെ കേരള സഭ ഒന്നുകൂടി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ നിയമസഭയും കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നലെ CPMന്റെ നേതാവ് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾ ഭരണഘടനയാണോ അല്ലെങ്കിൽ കൂടോത്രം പോലുള്ള ആഭിചാര ക്രിയകളിലാണോ വിശ്വസിക്കുന്നതാണ് MP രാജേഷ് നമ്മോട് സംസാരിക്കുമ്പോൾ ചോദിച്ചത്. ഏത് ഇരുണ്ട യുഗത്തിലാണ് കോൺഗ്രസ് എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇപ്പോൾ കേരള കൂടോത്ര പാർട്ടി എന്ന പരിഹാസമാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ കോൺഗ്രസിന് മേൽ ചാരുന്നത്. ഇന്നലെ നമ്മോട് സംസാരിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും അതിരൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. ഇത് ഒരു കൊട്ടേഷൻ കൂടോത്രം, കേരള രാഷ്ട്രത്തിൽ ആദ്യമായി കൊട്ടേഷൻ കൂടോത്രമാണ് നമ്മൾ കണ്ടത്. അതിന് വഴിവെച്ചത് അല്ലെങ്കിൽ ആ കൊട്ടേഷൻ നൽകിയത് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവെന്ന ഗുരുതരമായ ആരോപണം VK സനോജ് ഉന്നയിച്ചു. അത്തരത്തിൽ കേരള രാഷ്ട്രീയം പൊതുവൊരു വിഷയം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ്. നിയമസഭയിലും ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായേക്കാം. ഇന്ന് ഇപ്പോൾ അടിയന്തര സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന്റെ ചർച്ചയാണ് സഭയിൽ നടക്കുന്നത്. ഇന്ന് മറ്റ് ഡിമാൻഡ് ചർച്ചയൊന്നുമില്ല. അനൌദ്യോഗിക അംഗങ്ങളുടെ ബില്ലുകളാണ് പ്രധാനമായും വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളൊന്നും സഭയിൽ, അതുകൊണ്ട് ആ വിഷയം ഇന്ന് സഭയിൽ വരുമോ എന്ന് വ്യക്തമല്ല, ഉറപ്പില്ല. എങ്കിലും ആരെങ്കിലും പ്രസംഗത്തിൽ ഇത് പരാമർശിച്ചു പോകാനുള്ള സാധ്യത നൽകിക്കളല്ല. കാരണം വളരെ ഞെട്ടലോടെയാണ് കേരള രാഷ്ട്രീയം ഈ ഒരു വാർത്ത, ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത കേട്ടത്. അതിന്റെ അനുരണനങ്ങൾ സ്വാഭാവികമായും സഭയിലും ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു നിയമം പാസ്സാക്കാൻ ഒരുങ്ങുന്ന നിയമസഭ എന്ന രീതിയിൽ കേരള നിയമസഭയും ഇത് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. സാഹിത്യ അത് അരുൺ സൂചിപ്പിച്ചതാണ് പ്രത്യേകത. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജനപ്രതിനിധികൾ തന്നെ ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ ഒരു ലോക്സഭാംഗം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവൊക്കെ ഇത്തരം വിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നതാണ്. ഇന്നലെ പുറത്തു വരുന്ന പ്രതികരണങ്ങളിൽ ഒന്നിലധികം നേതാക്കൾ, നിരവധി നേതാക്കൾ ഇപ്പോഴും ഇത്തരം വിശ്വാസങ്ങളുടെ പിന്നാലെയുണ്ട് എന്ന ചോദ്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ പൊതുസമൂഹം ഗൗരവമായ ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്ന മറ്റൊരു വിഷയം കൂടി ഉണ്ടാകുന്നുണ്ട്. ഡാൻ തുടരുന്നു. ഡാൻ, കോൺഗ്രസിനകത്തെ ചർച്ചകൾ, ഇത് ഏതെങ്കിലും കക്ഷി, ഇന്നലെ MV ജയരാജൻ്റെ പ്രസ്താവന ശ്രദ്ധേയമാണ്. കള്ളൻ കപ്പലിൽ തന്നെ, ഇത് കോൺഗ്രസിനകത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നതാണ്. കോൺഗ്രസിനകത്ത് സുധാകരനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. വീണ്ടും ആ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ
ഇത് കോൺഗ്രസിനകത്ത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇതിന് മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ നീക്കങ്ങൾ നടന്നിരിക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ കോൺഗ്രസിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണോ ഈ ചർച്ചകൾ? സജിത്ത്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ KPCC അധ്യക്ഷൻ എന്ന പദവിക്കപ്പുറത്തേക്ക് കെ സുധാകരൻ കൂടുതൽ കരുത്തനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ചിലരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അദ്ദേഹം ദുർബലനാകും എന്നൊരു പൊതുവികാരം, പൊതുവിലയിരുത്തൽ അദ്ദേഹത്തിന്റെ മറുചേരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി താല്പര്യമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ കണ്ണൂരിൽ ബോധപൂർവം നിർബന്ധിച്ച് മത്സരിപ്പിച്ച നീക്കത്തിന് പിന്നിൽ അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വഴിയൊരുക്കുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തോട് ഒപ്പമുള്ള വിശ്വസ്തരുടെയൊക്കെ പ്രതികരണം. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരെ കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം മടങ്ങി വരില്ല എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ മറിച്ചൊരു കാര്യമാണ് ഉണ്ടായത്. കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്ന കെ സുധാകരൻ മൃഗീയ ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വരെ വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം അത് കൃത്യമായി കോൺഗ്രസിനുള്ളിൽ കൂടുതൽ കരുത്താർജിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒരു വിഭാഗം നേതാക്കളെ അസ്വസ്ഥതപ്പെടുത്തിയെന്ന വിലയിരുത്തലും കെ സുധാകരൻ ക്യാമ്പിനുണ്ട്. അതിനിടയിലാണ് ഈ കൂടോത്ര വിവാദം പുറത്തു വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആ വീടിനുള്ളിൽ കയറാൻ സ്വാതന്ത്ര്യമുള്ള ആരോ ഒരാളാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കെ സുധാകരനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്ന വലിയ ചോദ്യമുണ്ട്. കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയാണ്. അതിന് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ, അതിലൊന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ മനസ്സ് തുറന്ന് പാർട്ടിയെ ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കാനുള്ള സാധ്യത വിരളമാണ്. പിന്നീടുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു 11 മണിക്ക്. പക്ഷേ അദ്ദേഹവും എത്ര കണ്ട് പരസ്യമായ ഒരു പ്രതികരണം നടത്തുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അത് തന്നെയായിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതി ഇനി അങ്ങോട്ട് നിർണ്ണയിക്കാൻ പോകുന്നത്. ഡാൻ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡാൻ, ഒരു കാര്യം കൂടി, കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തരത്തിൽ ആത്മവിശ്വാസവുമായി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി കളമൊരുക്കി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിവാദം ഉയരുന്നത്. അതുകൊണ്ട് ഈ വിവാദം ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാതിരിക്കാനുള്ള ജാഗ്രത പൊതുവിൽ ആ പാർട്ടി കാട്ടുന്നുണ്ടാകും. പക്ഷേ ഇത് കോൺഗ്രസിനകത്ത് തന്നെ ഇതിൽ മറുപടി പറയണം, മറുപക്ഷം എന്നൊരു നിലപാട് സുധാകരന് അനുകൂലികൾ സ്വീകരിക്കുന്നുണ്ടോ? അതല്ല, ഇത് കുറേ നാൾ മുമ്പുണ്ടായ സംഭവമാണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾ വിവാദമാക്കുന്നില്ല എന്ന നിലപാടിലേക്കാണോ സുധാകരൻ വരുന്നത്? സ്വാഭാവികമായി ഹൈക്കമാൻഡ് നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടേക്കും. കാരണം ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി BJPയും ഇടതുപക്ഷവും മാറ്റിയിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കേണ്ടതുണ്ട്. അതിനിടയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ KPCC അധ്യക്ഷനെതിരെ ബോധപൂർവമായ നീക്കം നടക്കുന്നുവെന്നൊരു പ്രചാരണം പുറത്ത് പ്രചരിച്ചാൽ അത് കോൺഗ്രസിനുണ്ടാക്കാവുന്ന രാഷ്ട്രീയ ആഘാതത്തെക്കുറിച്ച് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കുന്നതിനുള്ള വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അപ്പോഴും ഇത് ചെയ്തതാര് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് തന്നെയാണ് വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടത്. അവിടെയാണ് തെളിവുകളോടെ ഏതെങ്കിലും, അതായത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. അത് മനസ്സിലാക്കി തന്നെയാണ് ബോധപൂർവം കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതാണ് കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്ന ചർച്ചകൾ. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് രാവിലെ നമ്മൾ തേടിയത്. പക്ഷേ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ചിരിച്ചുകൊണ്ട് പോയതല്ലാതെ മറുപടി പറയുന്നില്ല. ഇനി കാത്തിരിക്കേണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണമാണ്. നമുക്ക് ഒരിക്കൽ കൂടി രമേശ് ചെന്നിത്തല ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിച്ചു നോക്കാം.
ഇതാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. അദ്ദേഹം ഇതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതാണ്. ഇന്നലെ വി ഡി സതീശനോട് ഇത് സംബന്ധിച്ച് നിയമസഭയിൽ തന്നെ ചോദ്യമുയർന്നിരുന്നു. പക്ഷേ അദ്ദേഹവും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. കെ സുധാകരൻ ഇത് മുമ്പ് നടന്ന കാര്യമാണ്, അതിനപ്പുറത്തേക്ക് തനിക്ക് മറ്റ് പ്രതികരണങ്ങളില്ല എന്നതാണ് സാഹചര്യം എന്ന് അദ്ദേഹം പറയുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ വീട്ടിലെ കൂടോത്രം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കൊട്ടേഷൻ എന്ന് ഡിവൈഎഫ്ഐയുടെ ആരോപണം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് ഇത്തരമൊരു നിലപാടെടുത്തത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ടാണിത്. കൊട്ടേഷൻ കൂടോത്രമാണ് നടന്നതെന്നും വി കെ സനോജ് ന്യൂസ് 18നോട് പറയുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം ചെയ്തുവെന്ന ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു കൂടോത്രവും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെയൊക്കെ ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ കാണുന്നു? ഇവിടെ ഇപ്പൊ KPCCയുടെ അധ്യക്ഷൻ, അദ്ദേഹം KPCCയുടെ അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ പാർലമെന്റ് അംഗം കൂടിയാണ്. പാർലമെന്റ് അംഗം ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയോടും ജനങ്ങളോടും കൂറ് പുലർത്തണം. അപ്പോൾ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ഇവയിൽ കൂടിയാണ് ജനസേവനം ശക്തിപ്പെടുത്തേണ്ടത്. പക്ഷെ ഇതിന് പകരം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെയുള്ള മന്ത്രവാദികളെയും ഇങ്ങനെയുള്ള ആളുകളെല്ലാം ആശ്രയിച്ച് അതിൽ അഭയം കണ്ടെത്തുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ ശബ്ദ സന്ദേശത്തിൽ മറ്റൊരു പാർലമെന്റ് അംഗം കൂടി ഉണ്ട് എന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. അപ്പൊ ആരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ, ഈ ഗ്രൂപ്പ് പോരിനിടയിൽ ആളുകളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ സുധാകരൻ തന്നെ എന്റെ ജീവൻ കിട്ടിയത് ഭാഗ്യം എന്നാ പറഞ്ഞത്, അല്ലാതെ ഇമാതിരി ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല, ഇതുകൊണ്ടൊന്നും എന്നെ തകർക്കാൻ കഴിയില്ല എന്ന ഒരു യുക്തിഭദ്രമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കാര്യങ്ങൾ തളർന്നുപോയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗം എന്നെ ഇതൊക്കെ ബാധിച്ചു എന്ന് ജനങ്ങളോട് പറയുകയാണ്. എത്രമാത്രം വലിയ നാണക്കേടാണ് നമുക്ക് നമ്മുടെ നാടിന് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണോ ജനപ്രതിനിധികൾ പെരുമാറേണ്ടത്? അപ്പോ ഇതിപ്പോ കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്നത്, ഇപ്പൊ വി ഡി സതീശന്റെ കൊട്ടേഷൻ എന്നാ പറയുന്നത്. വി ഡി സതീശൻ ഇയാളും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന കാര്യത്തിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആയിട്ട് സുധാകരൻ വരുമോ എന്ന ഭയത്താൽ ഈ വി ഡി സതീശന്റെ കൊട്ടേഷനുമായിട്ടാണ് ചില മന്ത്രവാദികൾ കണ്ണൂരിൽ ക്യാമ്പ് അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ കൊട്ടേഷൻ, കൂടോത്ര കൊട്ടേഷൻ ആദ്യമായിട്ട് കൊട്ടേഷനാണ് ഇത്. വി ഡി സതീശന്റെ കൊട്ടേഷനാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കണ്ണൂരിൽ വന്ന് തമ്പടിച്ച് ഈ സുധാകരനെതിരായി കൂടോത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സുധാകരന്റെ പക്ഷത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും ഇത് വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇത് വളരെ ഗൌരവത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കേരളത്തിൽ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെയൊക്കെ മുൻനിർത്തിയിട്ട് തീരുമാനമൊക്കെ എടുക്കാനാണ്. പക്ഷെ അതിന് പകരം ഇവര് ഇത്തരം ആളുകളെ ആശ്രയിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. ഇതിലെ കൂടെ ഉണ്ടായിരുന്ന MP, കാസർഗോഡ് MP രാജുമുണ്ണിത്താൻ ഞങ്ങൾ വേറൊരു അഭിമുഖത്തിൽ സംസാരിച്ചു. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്, ഈ കൂടോത്രമൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, നെഹ്റുവിന്റെ കോൺഗ്രസ് ഇവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവര് പൂർണ്ണമായിട്ടും ഇത്തരം സംഘങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പൊ ഇവർക്കിടയിലുള്ള വൈരാഗ്യം മൂത്ത് ഇതൊക്കെ ചെറിയ പൈസയല്ല, ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കൂടോത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പല ആളുകളെയും സമീപിച്ച് ഇങ്ങനെയുള്ള ദുർമന്ത്രവാദിനികൾക്ക് കൊണ്ടുവന്ന് പണം കൊടുത്ത് കൊണ്ടുവന്ന് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ നേർക്ക് ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് എത്രമാത്രം വലിയ നാണക്കേടാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ AI കാലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാവിലെ AI കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന MP ഒരു വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ഇത്തരം കൂടോത്രങ്ങൾ അഭിരമിക്കുന്നതും അഭയം പ്രാപിക്കുന്നതും അത് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു, 2 സ്ത്രീകളെയാണ് അവിടെ കൊന്നു കുഴിച്ചു മൂടിയത്. എത്രമാത്രം വലിയ ഞെട്ടലോടുകൂടി നമ്മൾ ആ വാർത്തയൊക്കെ കണ്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ട് ഈ ഒരു കൂടോത്രത്തിന്റെ ഒരു ആശങ്കയും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധയപ്പെട്ടിരുന്നു. അതേ പറഞ്ഞ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. അതേ പറഞ്ഞ ഒരു കൂടോത്ര കൊട്ടേഷനിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പിസം, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വടംവലി എവിടെ കോൺഗ്രസിനെ എത്തിച്ചു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോ നിയമസഭയിൽ
വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ഏത് ഇരുണ്ട കാലത്തിലാണ് നിങ്ങൾ, ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ്. ആ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോട് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇത് നിയമസഭയിൽ ഇതൊരു ബന്ധപ്പെട്ട ബില്ല് വരുമെന്ന് കുറെ ആൾ കേൾക്കുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയാണ് ബില്ല്, ഈ അനാചാരം അന്ധവിശ്വാസ നിയമ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ളത്. അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കണ്ടേ ഗവൺമെന്റ് ശരിക്കും? തീർച്ചയായിട്ടും. നമ്മുടെ ഈ പത്തനംതിട്ടയിലെ കൊലപാതകം ഉൾപ്പെടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ കൂടിയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയുക? അത് കേവലം ഒരു ബില്ലിൽ കൂടിയോ നിയമത്തിൽ കൂടിയോ മാത്രം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ഇത്തരം കാര്യങ്ങൾക്ക് സഹായകരമാവുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെന്ന അഭിപ്രായം തന്നെ ഡിവൈഎഫ്ഐക്ക്. സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരം ഒരു കൂടോത്രം, അതിൽ വിശ്വാസമുണ്ടെന്ന തരത്തിൽ പരസ്യമായി തന്നെ പറയുന്നത്. ആ സാഹചര്യമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. നിയമനിർമ്മാണം വളരെ അനിവാര്യമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കൂടോത്ര കൊട്ടേഷൻ എന്ന പുതിയൊരു പദം കൂടി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ ഈ വിവാദത്തിൽ ശക്തമായ പ്രതികരണം കോൺഗ്രസിനെതിരെ നടത്തുകയാണ്. കോൺഗ്രസ് വിശദീകരിക്കണമെന്ന ആവശ്യമാണ് നമുക്ക്